നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഓൾറെഡി ലൈക്ക് ഇക്വേഷൻസ് ഓഫ് മോഷൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. ഓൾറെഡി ഫസ്റ്റ് പാർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരൊന്ന് പോയി കണ്ടു നോക്കണേ. ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. അപ്പോൾ നമ്മളതിൽ എന്താണ് ഡിസ്റ്റൻസ്, എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്നൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് അതിങ്ങനെ പ്രോബ്ലംസിൽ ചെയ്യാമെന്നുള്ളതാണ്. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻ കാണുന്നുണ്ടല്ലോ അല്ലേ? നമ്മുടെ ഗാന്ധിജീൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മളത് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇത് ക്വസ്റ്റ്യൻ വായിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഡ്യൂറിങ് ദ ഇൻ്റർവൽ എ സ്റ്റുഡൻറ്റ് ഫ്രം ക്ലാസ് 9B went to the staff room. The child then proceeded to the statue of the Father of Nation in the school garden and returned to the class via school office. Okay, നമുക്ക് ഫില്ല് ചെയ്യേണ്ടത് ഈ ലൈക്ക് നമ്മുടെ ഈ ടേബിളാണ് നമുക്ക് ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന ഇതെന്ന് പറയുന്നത് when the child reaches the corridor in front of the staff room from class 9B. അതായത് നമ്മുടെ ഈ ക്ലാസ് 9B ഉണ്ടല്ലോ, അതായത് ഈ ക്ലാസ് 9Bന്ന് ആ കുട്ടി കോറിഡോറിലൂടെ സ്റ്റാഫ് റൂമിൽ എത്തുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും കാണും. അപ്പോൾ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് ചെയ്യാൻ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ചെയ്തത് തെറ്റാണെങ്കിലും കുഴപ്പമില്ല, നമ്മളതൊന്ന് അറ്റംപ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ സ്റ്റാഫ് റൂം വരെയുള്ള നമുക്ക് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും കാണും. ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ എന്താ? ലെങ്ത്ത് ഓഫ് ദ പാത്ത് ട്രാവൽഡ് ആണ് അല്ലേ? അപ്പോൾ ഇവിടെ എത്ര സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ മീറ്ററാണ് പറഞ്ഞിരിക്കുന്നത്? 15 മീറ്റർ. അപ്പോൾ ഫസ്റ്റ് ബോക്സിൽ എത്ര എഴുതുക? 15 മീറ്റർ. ഓക്കെ അല്ലേ? ഓക്കെ, ദെൻ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ നമുക്കറിയാം ഇവിടുത്തെ സ്റ്റാർട്ടിങ് പൊസിഷൻ ഏതാണ്? 9B ആണെന്ന്. ഫൈനൽ പൊസിഷൻ ഏതാ? സ്റ്റാഫ് റൂം. സോ ഇത് തന്നെ ആയിരിക്കില്ലേ ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റും? ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താ? ഇറ്റ്സ് എ സ്ട്രേറ്റ് ലൈൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫൈനൽ ആൻഡ് ഇനീഷ്യൽ പൊസിഷൻ അല്ലേ? അപ്പോൾ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്തായിരിക്കും? 15 തന്നെയായിരിക്കും അല്ലേ? ഇനി അടുത്ത കണ്ടീഷൻ ഒന്ന് നോക്കാം. When the child reaches the garden near the statue of the Father of Nation from 9B via staff room. ഇനി എന്ത് ചെയ്തു? ആ കുട്ടി 9Bന്ന് നമ്മുടെ ഇങ്ങനെ വന്ന് ഫാദർ ഓഫ് നേഷൻ്റെ സ്റ്റാച്ചുവിൻ്റെ ഇവിടെ എത്തി. ഓക്കെ, സ്റ്റാഫ് റൂം വഴിയാണ് വന്നത്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? അപ്പോൾ ആ കുട്ടി ആദ്യം എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് സ്റ്റാഫ് റൂമിലേക്ക് എത്തണ്ടേ? അത് 15 മീറ്റർ. പിന്നെ ബാക്കി ഇത്രയും ചുറ്റി ഫാദറിൻ്റെ ഫ്രണ്ടിലെത്തും. അപ്പോൾ 70 + 15 എത്രയാണ്? യെസ്, ദാറ്റ് ഈസ് 85 മീറ്ററാണ് ഡിസ്റ്റൻസ് വരിക. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് എന്തായിരിക്കും? ഇവിടെ ഫൈനൽ പൊസിഷൻ ഏതാ? നമ്മുടെ ഗാന്ധിജിയുടെ പ്രതിമ അല്ലേ? സ്റ്റാച്യു ആണ്. ഇനി ഇനീഷ്യൽ പൊസിഷൻ ഏതാ? 9B. അതിവിടെ കൊടുത്തിട്ടില്ലേ? ഇതാ ഇങ്ങനൊരു ഡിസ്റ്റൻസ് ഇതാണ്. അതായത് 60 മീറ്ററാണ് ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഓൾവേസ് ബി എ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ്. നമുക്കിങ്ങനെ വളഞ്ഞ വഴി കൂടെ പോകുന്നതൊന്നും നമുക്ക് എന്തായിട്ട് ചൂസ് ചെയ്യാൻ പറ്റത്തില്ല? ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ട് പറ്റത്തില്ല. ഇനി വെൻ ദ ചൈൽഡ് റിട്ടേൺസ് ടു ക്ലാസ് 9B. ഇനി ക്ലാസ് 9Bയിലോട്ട് ചൈൽഡ് റിട്ടേൺ ചെയ്ത് പോവുകയാണെങ്കിലോ ഡിസ്റ്റൻസ് എന്തായിരിക്കും? അതായത് ആ കുട്ടി ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, പിന്നെ ഇതിൽ കൂടെ ട്രാവൽ ചെയ്ത് തിരിച്ച് ആ കുട്ടി 9Bയിൽ തന്നെ എത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഡിസ്റ്റൻസ് എന്തായിരിക്കും? ടോട്ടൽ അല്ലേ? 15 + 70 + പിന്നെ 80 + ഇവിടുത്തെ 50 അല്ലേ? അപ്പോൾ 15 + 70 85 85 + 80 165 165 + 15 175 അല്ലേ? അപ്പോൾ നമുക്കിവിടെ വരുന്ന 175 ആണ് വരിക. ഓക്കെ, 175 മീറ്റർ. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് എന്തായിരിക്കും? ഇവിടുത്തെ ഇനീഷ്യൽ പൊസിഷൻ എന്താ? 9B അല്ലേ? ഇവിടുത്തെ ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത് 9B ആണ് അല്ലേ? ഇവിടുത്തെ ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത് 9B ആണ്. ഫൈനൽ പൊസിഷന് 9B ആണ്. അപ്പോൾ അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടോ? ഇല്ല, 0. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റൊക്കെ കണ്ടുപിടിക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ.
ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് നമ്മുടെ വെലോസിറ്റി. ഓക്കെ, നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റും ഡിസ്റ്റൻസൊക്കെ തറവായിട്ട് മനസ്സിലായാൽ മാത്രമാണ് നമുക്ക് വെലോസിറ്റി എന്ന് പറഞ്ഞ ടോപ്പിക്ക് നമുക്ക് നോക്കാൻ പറ്റും. ഓക്കെ, വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് വെലോസിറ്റിൻ്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഇൻ യൂണിറ്റ് ടൈം. അതായത് ഒരു യൂണിറ്റ് ടൈമിലുള്ള ഒബ്ജക്റ്റിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, വെലോസിറ്റി എന്ന് പറയുക. അപ്പോൾ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. ഓക്കെ, ഈ ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് എസ് വെച്ചിട്ടാണ്. ഓക്കെ, അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്, എസ് എന്ന് വെച്ച ലെറ്റർ വെച്ചിട്ടാണ്. സോറി വെലോസിറ്റി റെപ്രസെൻ്റ് ചെയ്യുന്നത് വി വെച്ചിട്ടാണ്. അപ്പോൾ വി ഇസ് ഈക്വൽ ടു എസ് ബൈ ടി. ഇതാണ് നമ്മുടെ ഫോർമുല. ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡാണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഫിഗറിൽ വാട്ട് ഇസ് ദ ടോട്ടൽ ആൻ ഇല്ലുസ്ട്രേഷൻ ഓഫ് എ ചൈൽഡ്സ് പാത്ത് ഇസ് ഗിവൺ ഇൻ ദ ഫിഗർ. എ ചൈൽഡ് ട്രാവൽസ് ഫ്രം പി ആൻഡ് റീച്ചസ് ആർ ത്രൂ ക്യൂ ഇൻ 18 സെക്കൻഡ്. ആളെന്ത് ചെയ്യുന്നു, പിന്ന് ക്യൂവിലൂടെ ആറിലോട്ട് എത്തുന്നു ഇൻ 18 സെക്കൻഡ്സ് പറഞ്ഞിട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഇസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ ചൈൽഡ് ടു റീച്ച് ആർ ഫ്രം പി ടു ക്യൂ. അതായത് പിന്ന് ക്യൂവിലൂടെ വന്ന് ആറിലോട്ട് എത്താൻ ആൾക്ക് എത്ര ഡിസ്റ്റൻസ് ആയി, 40 + 50 ദാറ്റ് ഇസ് 90 മീറ്റർ അല്ലേ. ഓക്കെ, ഇനി വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദ ചൈൽഡ് വെൻ ദ ചൈൽഡ് ട്രാവൽസ് ഫ്രം പി ടു ആർ ത്രൂ ക്യൂ. ക്യൂവിലൂടെ ആ കുട്ടി പോകുന്ന സമയത്ത് ആ കുട്ടിയുടെ സ്പീഡ്. അപ്പോൾ നമുക്കറിയണം സ്പീഡ് കാണാനുള്ള ഫോർമുല അറിയണം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സ്പീഡ് കാണുക, സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈമാണ് ഇല്ലേ. ഡിസ്റ്റൻസ് ബൈ ടൈമാണ് സ്പീഡ് എന്ന് പറയുന്നത്. സ്പീഡ് എന്താണ്, ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പോൾ ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്താ, 90 മീറ്ററാണ്. ടൈം എത്രയാണ്, 18. അപ്പം 90 ഡിവൈഡഡ് ബൈ 18 എത്ര വരും, 10/2 ദാറ്റ് ഇസ് 5 ആയിരിക്കും. 5 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും അതിൻ്റെ യൂണിറ്റ്. ഓക്കെ, മീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് പി നാറിൽ ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലേ, സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആയിട്ട് 72. അപ്പോൾ ഇവിടെ 72 ഉണ്ട് ഇല്ലേ. ഇനി ഇത് വെച്ചിട്ട് നമ്മളിങ്ങനെ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കും. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് 72 ആണ്. ടൈം 18 സെക്കൻഡ് എന്നും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, വെലോസിറ്റി കണ്ടുപിടിക്കാമല്ലോ. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. ദാറ്റ് ഈസ് ഇവിടെ 4 മീറ്റർ പെർ സെക്കൻഡ് ആണ് നമ്മുടെ വെലോസിറ്റി എന്ന് പറയും. ഓക്കെ, ഇനി ഏത് ഡയറക്ഷനിലാണ്, അതായത് പിന്ന് ക്യൂ വഴി ആറിലോട്ടാണോ, അതോ ആറിന്ന് പിയിലോട്ടാണോ, അതോ പിന്ന് ക്യൂന്ന് ആറിലോട്ടാണോ, പിന്ന് ക്യൂന്ന് ആറിലോട്ടാണ് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് വെലോസിറ്റി എന്ന് പറഞ്ഞു. എന്താണ് അപ്പോൾ ഈ വെലോസിറ്റി എന്ന് പറയുന്നൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ് അല്ലേ. കാരണം എന്താ, ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയറക്ഷന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്തിരിക്കുന്നത്, നമ്മുടെ വെലോസിറ്റി. അപ്പം ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയറക്ഷൻ എന്താണോ അത് തന്നെയായിരിക്കും വെലോസിറ്റിൻ്റെ ഡയറക്ഷൻ ആവുന്നത്. ഓക്കെ, പിന്നെ ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ പാത്ത് ഓഫ് ദ ഒബ്ജക്റ്റ്, ബട്ട് ടു കാൽക്കുലേറ്റ് വെലോസിറ്റി ടോട്ടൽ ടൈം ടേക്കൺ ടു കവർ ദ ആക്ച്വൽ ഡിസ്റ്റൻസ് ഷുഡ് ബി കൺസിഡർ. നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒബ്ജക്റ്റിൻ്റെ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. പക്ഷേ നമുക്ക് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ടോട്ടൽ ടൈമിന് വേണ്ടി നമ്മൾ ആക്ച്വൽ ഡിസ്റ്റൻസ് എടുക്കുന്നു മാത്രം. ഓക്കെ അല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. ഏത് പോർഷൻസാണ് ഡൗട്ട് എന്നുള്ളത് ഒന്ന് കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമേ. താങ്ക് യു.